കൊച്ചിയിൽ ഹൈബീഡന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവ് ചെടിച്ചട്ടി ഉൾപ്പെടെ വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. അലക്സ് ചാക്കോ എന്ന യുവാവാണ് അതിക്രമത്തിന് പിന്നിൽ. അലക്സിന്റെ വീട് ജപ്തിയായതിൽ ഹൈബീഡൻ ഇടപെട്ടില്ല എന്നാരോപിച്ചാണ് അതിക്രമം. ഹൈബിയെ ഫോണിൽ വിളിച്ച് കൊല്ലുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തി. ദൃശ്യങ്ങളിലേക്ക് വരാം. ആദ്യം സഹിൻ ആന്റണിയിലേക്കാണ്. സഹിൻ, എംപിക്ക് നേരെയാണ് ഇത്തരത്തിൽ വലിയ ഭീഷണി ഉണ്ടാകുന്നത്. ആരാണ് ഇതിന് പിന്നിൽ? ഇയാളുടെ ആവശ്യം എന്താണ്? കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു ഹൈബീഡന്റെ വീട്ടിൽ ഇയാൾ അതിക്രമിച്ച് കയറി അവിടെ വലിയ നാശങ്ങൾ വരുത്തിയത്. അയാളുടെ വീട്ടിലെ ചെടിച്ചട്ടിയും മറ്റുമെല്ലാം ഇയാൾ തല്ലി തകർക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല പുലർച്ചെയായിരുന്നു ഈ അതിക്രമം ഉണ്ടായത്. അതിനുശേഷം ഇയാൾ അവിടെ നിന്ന് സെൽഫി എല്ലാം എടുത്ത് പിന്നീട് അത് പോലീസിനെ വിളിച്ചു പറയുന്നു, ഞാൻ ഹൈബീഡന്റെ വീട് തകർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ഹൈബീഡിന്റെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ച് ഇയാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഹൈബീഡിന്റെ ഭാര്യയുടെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ച് അസഭ്യം പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും ഹൈബി ഒരു പരാതിയായി കൊടുത്തിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഇയാൾ പുലർച്ചെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ആ വീട് ആക്രമിക്കുകയായിരുന്നു. മുൻപ് SH കോളേജിൽ ഹൈബിയുടെ ജൂനിയറായി പഠിച്ചിരുന്ന അലക്സ് ചാക്കോ എന്ന് പറയുന്ന യുവാവാണ് ഈ അതിക്രമം കാണിച്ചത്. ഇയാളുടെ വീട് ജപ്തിയായിരുന്നു. ഹൈബി അതിൽ ഇടപെട്ട് വീട് തിരികെ വാങ്ങിക്കൊടുത്തില്ല എന്നുള്ളതാണ് ഇയാളുടെ പരാതി. പക്ഷേ ഇത് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഹൈബിയുടെ പരമാവധി അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊരു പരിമിതിയുണ്ട്. ബാങ്കിൻ്റെ ഇടപെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതിനൊരു പരിമിതിയുണ്ട്. ഇക്കാര്യമെല്ലാം അലക്സിനെ ഹൈബി ബോധിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ അയാളോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊക്കെ ഒരു വൈരാഗ്യമായി കണ്ടുകൊണ്ട് ഹൈബിയുടെ വീട്ടിൽ വലിയ അതിക്രമം ഇയാൾ നടത്തുകയാണ് ഉണ്ടായത്. ആ സമയത്ത് ഹൈബിയും ഭാര്യയും എല്ലാം വീട്ടിലുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇയാൾ അതിക്രമിക്കുക കൂടി ചെയ്താനേ. എന്തായാലും ഇയാൾ പോലീസ് പിടിയിലായി. എറണാകുളം സെൻട്രൽ പോലീസാണ് ഇയാളെ പിടികൂടിയത്. ശരി സഹിൻ, എന്തായാലും ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിൽ MP ഇടപെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് MP യുടെ വീട്ടിൽ ഇത് വലിയ അതിക്രമം നടത്തിയത് യുവാവ്. ആ വിവരങ്ങളാണ് സഹിൻ നൽകിയത്.